അക്യൂട്ട് സൈനസൈറ്റിസിൽ നോക്കുകയാണെങ്കിൽ സിംറ്റംസ് കുറച്ചും കൂടെ സിവിയർ ആയിരിക്കും. സിവിയർ ഹെഡേക്ക്, അതുപോലെ പല്ലുവേദന വരും. ഡോക്ടർ, സാധാരണ വരുന്ന സൈനസ് ഇൻഫെക്ഷനും ക്രോണിക് സൈനസൈറ്റിസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? അതുപോലെ എത്ര കാലം ഈ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുമ്പോഴാണ് ക്രോണിക് എന്നതിനെ വിളിക്കുന്നത്? സൈനസൈറ്റിസ് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ, എത്ര കാലം അസുഖം ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് വേർതിരിക്കും. ഒന്നെന്ന് പറയുന്നത് അക്യൂട്ട് സൈനസൈറ്റിസ് ആണ്, മറ്റേത് ക്രോണിക് സൈനസൈറ്റിസ്. അക്യൂട്ട് സൈനസൈറ്റിസ് യൂഷ്വലി ലെസ് ദാൻ 12 വീക്സ്, 3 മന്ത്സിന് താഴോട്ടായിരിക്കും. ആൻഡ് യൂഷ്വലി മോസ്റ്റ് കോമൺലി അത് വിത്തിൻ ഒരു 12 ഡേയ്സ് മാറാറ്. ക്രോണിക് സൈനസൈറ്റിസ് നമ്മൾ യൂഷ്വലി കാണുന്നത് മോർ ദാൻ 3 മന്ത്സ് ടൈം എടുക്കും. ആൻഡ് അക്യൂട്ട് സൈനസൈറ്റിസിൽ നോക്കുകയാണെങ്കിൽ സിംറ്റംസ് കുറച്ചും കൂടെ സിവിയർ ആയിരിക്കും. സിവിയർ ഹെഡേക്ക്, അതുപോലെ പല്ലുവേദന വരും, ചിലവർക്ക് വിഷ്വൽ ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ക്രോണിക് സൈനസൈറ്റിസിലെ ഹെഡേക്ക് യൂഷ്വലി ഇത്ര സിവിയർ ആയിരിക്കും, ഒരു ഡൾ ഹെഡേക്ക്, അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം, അതേപോലെ മൂക്കടപ്പ്, ലോസ് ഓഫ് സ്മെൽ വരാൻ ചാൻസ് ഉണ്ട്. ഫീവർ നോർമലി നമ്മൾ കാണാറില്ല. അക്യൂട്ട് സൈനസൈറ്റിസിന് യൂഷ്വലി ട്രീറ്റ്മെന്റ് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കാറില്ല. കുറച്ച് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ്. നേസൽ സ്പ്രേ, അതുപോലെ നേസൽ ഡ്രോപ്സ്, പെയിൻ കില്ലേഴ്സ്, കുറച്ച് സ്റ്റിമുലേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ യൂഷ്വലി വിത്തിൻ 12 ഡേയ്സ് മാറാറ്. ക്രോണിക് സൈനസൈറ്റിസ് ബേസ്ഡ് ഓൺ എന്തുകൊണ്ടാണ് വന്നത് അതനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ്. നോർമലി നേസൽ സ്പ്രേസ് കൊടുക്കാറുണ്ട്, അതുപോലെ ചിലവർക്ക് നേസൽ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. വിട്ടുമാറാത്ത കേസിൽ പലപ്പോഴും സർജറി വരെ ചെയ്യാറുണ്ട് ക്രോണിക് സൈനസൈറ്റിസ്.